നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ടെലഗ്രാം ഗ്രൂപ്പുകളും ചാനലുകളും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പണ്ട് ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഫിൽറ്റർ ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് ഫിൽറ്റർ ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ എല്ലാം ഓട്ടോ ഫിൽറ്റർ ബോട്ടാണ്. ഓട്ടോ ഫിൽറ്റർ ബോട്ടിന് വേണ്ടി ലക്ഷക്കണക്കിന് ഫയൽസ് നമ്മുടെ ചാനലിൽ പ്രൈവറ്റ് ബാക്കപ്പ് ചാനലിൽ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നോക്കി കഴിയുമ്പോൾ ഒരേ ഫയൽസ് തന്നെ 10-100 തവണയൊക്കെ വരും. നമ്മളൊരു സിനിമ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരേ ഫയൽ ഒരേ റിസൾട്ട് തന്നെ ഒരു 10-30 ഫയൽസ് അതിനകത്തുണ്ടാവും. അപ്പോൾ അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഉണ്ടാകുമ്പോൾ ശരിയാവത്തില്ല. നമ്മൾ റിസൾട്ട് വന്നുമ്പോൾ അതെല്ലാം ഒറ്റ സൈസ് തന്നെ. അപ്പോൾ അതിന് വൃത്തികേടാണ് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ചാനലിലെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വഴിയുണ്ടെങ്കിലോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ചാനലിലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള, അതായത് ഒരേ ഫയൽ തന്നെ ഒന്ന് കൂടുതൽ വന്നിട്ടുള്ള എല്ലാ ഫയലുകളും ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രിക്കുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് ടെലഗ്രാമിലെ യൂസർ ബോട്ട്, ഉൾട്രോയിഡ് യൂസർ ബോട്ട് നിങ്ങൾ ആദ്യം ഡിപ്ലോയ് ചെയ്യണം. ഉൾട്രോയിഡ് യൂസർ ബോട്ട് റെയിൽവേയിൽ ഡിപ്ലോയ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ അവരൊക്കെ പറയുന്നത് റെയിൽവേയുടെ സപ്പോർട്ട് അവർ എടുത്തു കളഞ്ഞു, റെയിൽവേയിൽ ഡിപ്ലോയ് ചെയ്യാൻ ഇപ്പോൾ പറ്റത്തില്ല എന്നുള്ളതാണ്. അത് കുഴപ്പമില്ല, നിങ്ങൾ അതേ റിപ്പ് വെച്ച് ഹെറോക്കോയിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ API ഐഡിയും API ഹാഷും ചെറിയ ഡീറ്റെയിൽസ് മാത്രമേ ആ ഒരു ഉൾട്രോയിഡ് ബോട്ട് ഡിപ്ലോയ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്തു തന്നോളൂ. അപ്പോൾ ആ ഒരു ഉൾട്രോയിഡ് ബോട്ട് നിങ്ങൾ ഡിപ്ലോയ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഞാനിപ്പോൾ ഒരു ഉൾട്രോയിഡ് ബോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉൾട്രോയിഡ് ബോട്ട് ആവശ്യമുണ്ട്. അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ നിങ്ങളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതായത് നമ്മൾ ടെലഗ്രാം ചാനൽ പബ്ലിക് ആക്കിയിട്ട് കുറച്ച് നേരത്തേക്ക് പബ്ലിക് ചാനലാണ് നമുക്കിപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം വീണ്ടും പ്രൈവറ്റ് ആക്കിയാലും വിഷയമൊന്നുമില്ല. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്, ഇത് രണ്ടും സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നേരെ ആ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ഉൾട്രോയിഡ് ബോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉൾട്രോയിഡ് ബോട്ട് വർക്കിംഗ് ആവുന്ന ഒരു ബോട്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു ടെസ്റ്റ് ചാനൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചാനൽ എന്ന് പറയുന്നത് പബ്ലിക് ചാനലാണ്. നമുക്ക് പബ്ലിക് ചാനൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ പ്രൈവറ്റ് ചാനലാണെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ പബ്ലിക് ആക്കിയതിന് ശേഷം വീണ്ടും പ്രൈവറ്റ് ആക്കിയാലും മതി. ഈ പബ്ലിക് ചാനലുള്ള ഫയൽസ് എന്ന് പറയുന്നത് ഈ ജയിൽ ബെയ്റ്റ് 800 MB, ജയിൽ ബെയ്റ്റ് 600 MB, സ്വീറ്റി വിഡ്സ് NRI എന്ന് പറയുന്നതിൻ്റെ 708 MB, ദ ഇൻക്രെഡിബിൾ ഹൾക്ക് 1 GB, ഈ 4 ഫയൽസ് മാത്രമാണ് ഇതിനകത്ത് ഒറിജിനൽ ഫയൽസ് ഉള്ളത്. ബാക്കിയെല്ലാം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസാണ്. ഈ ഇതേ ഫയൽസ് തന്നെ ഫോർവേഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ മുഴുവൻ ഫയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാൻ കൃത്യമായിട്ട് പോകുമെന്ന്. ഈ ഫയൽസ് മൊത്തം 128 ഫയൽസ് ഈ ഒരു ചാനലിലുണ്ട്. 4 ഫയൽസ് മാത്രമേ മെയിൻ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു 4 ഫയൽ മാത്രമേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ നോട്ടി പ്രൊഫസറിന് നമുക്കൊരു ചാനലുണ്ടെന്ന് അറിയാമായിരിക്കും നിങ്ങൾക്ക്. ആ ഒരു ചാനൽ ഞാൻ ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതായത് ഹൗ ടു ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഫ്രം ടെലഗ്രാം ചാനൽ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു മെസ്സേജ് അവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു മെസ്സേജിൻ്റെ ഈ ലിങ്ക് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ കയറി ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു കോഡ് നിങ്ങൾ എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും ഭാഗം മാത്രം സെലക്ട് ചെയ്യാം. ഇവിടെ ഇത്രയും ഭാഗം മാത്രം സെലക്ട് ചെയ്താൽ മതി. അതിൻ്റെ താഴത്തേക്കുള്ള നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കോഡ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി എന്ന് കൊടുക്കുക. അങ്ങനെ കോപ്പി എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ തിരിച്ച് നമ്മുടെ ടെസ്റ്റ് ചാനലിലേക്ക് വരിക. ആ ഒരു ടെസ്റ്റ് ചാനലിൽ ഈ ഒരു മെസ്സേജ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ ഒരു പബ്ലിക് ചാനലിൻ്റെ ആ ഒരു യൂസർ നെയിം കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ആ ഒരു ചാനൽ എന്ന് പറയുന്ന ഭാഗത്ത് കളഞ്ഞിട്ട് ഈ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് t.me/ എന്ന് പറയുന്ന വരെയുള്ള ഭാഗം കളയുക. അതായത് നമ്മുടെ യൂസർ നെയിം മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. ഈ ഒരു t.me/ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞിട്ട് വരണം. ആ രീതിയിൽ അവിടെ സെറ്റ് ചെയ്തിട്ടതിന് ശേഷം ഈ ഒരു മെസ്സേജ് നമ്മുടെ ചാനലിലേക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൽ ഉൾട്രോയിഡ് ബോട്ട് വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തിരിച്ച് വരത്തുള്ളൂ. അപ്പോൾ ഉൾട്രോയിഡ് ബോട്ട് ആയതിന് ഡിപ്ലോയ് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു മെസ്സേജ് പോയി ഞാൻ കുറച്ച് നേരം കഴിഞ്ഞുകൊണ്ടാണ് ഒന്നുകൂടെ അയക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് അയക്കാം. ഉൾട്രോയിഡ് ബോട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഉൾട്രോയിഡ് ബോട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് പാടായിരിക്കും, കാരണം എല്ലാത്തിലും യൂസർ ബോട്ടുകളെല്ലാം ബാൻ ചെയ്യുകയാണ്. അപ്പോൾ പറ്റുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കേണ്ട ഈ ഒരു വീഡിയോ നേരത്തെ സേവ് ചെയ്ത് വെക്കുക, കൊടുക്കുക, സെൻഡ് ചെയ്യാം. അപ്പോൾ ഒരു മെസ്സേജ് വരും. ആ ഒരു മെസ്സേജിനകത്ത് ഈ ഒരു നടുക്കുള്ള ഇത്രയും ഭാഗം, ഈ ഒരു ട്രൂ എന്ന് വരെയുള്ള ഭാഗം കോപ്പി ചെയ്യാം. അതായത് നടുക്കുള്ള ആ ഒരു മെസ്സേജ് മാത്രം കോപ്പി ചെയ്തതിന് ശേഷം ആ ഒരു മെസ്സേജ് അവിടെ സെൻഡ് ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ വാല്യൂ ട്രൂ, റെഡ്യൂസ് വാല്യൂ പെയർ അപ്ഡേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും.
അപ്പോൾ ഇത്തരം കാണിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ആ ഒരു കോഡുണ്ടല്ലോ, നമ്മൾ ആദ്യം കോപ്പി ചെയ്ത ആ ഒരു കോഡ് ഈ ഒരു ചാനലിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിപ്പ് ബോർഡ് ഉണ്ടെങ്കിൽ ആ ഒരു ക്ലിപ്പ് ബോർഡിൽ നിന്നും നേരെ പേസ്റ്റ് ചെയ്യാം. ഇത്രയും ഫയൽ വീണ്ടും കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മുടെ ചാനലിലേക്ക് തിരിച്ചു വരിക. ചാനൽ തിരിച്ചു വന്നതിന് ശേഷം ഈ ഒരു മെസ്സേജ് അവിടെ അയക്കാം. വീണ്ടും നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് മാറ്റി, ചാനൽ എന്നുള്ളത് മാറ്റി നമ്മൾക്ക് ഏത് ചാനലാണോ അത് മാറ്റേണ്ടത് അതിൻ്റെ യൂസർ നെയിം കൊടുക്കാം. യൂസർ നെയിം കൊടുത്തതിന് ശേഷം സെൻഡ് കൊടുക്കാം. അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് കാണിക്കും. ഇപ്പോൾ നമുക്ക് മുകളിൽ ഫയൽസ് ഡിലീറ്റ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ചാനലിൽ എത്ര ഫയൽസ് ഉണ്ടോ അത്രയും സമയം ഈ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ 128 ഫയൽസ് ഉള്ളൂ എങ്കിൽ പോലും ഇത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ 10 ലക്ഷങ്ങൾ ഫയൽസ് ഉള്ള ചാനൽ അത്രയും സമയം എടുക്കുന്നുള്ള കാര്യം നോക്കുക. ഇപ്പോഴും ഡിലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എല്ലാം ഇങ്ങനെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നോക്കി, നിങ്ങളുടെ ആ ഒരു അവസാനത്തിൽ ഔട്ട്പുട്ട് വന്നു. ഏറ്റവും അവസാനം ഡിലീറ്റഡ് ടോട്ടൽ 124 ഫയൽസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം കൊടുത്ത 4 ഫയൽസ് മാത്രമേ ഉള്ളൂ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചാൽ മുഴുവൻ ഫയലും ആ ഒരു ചാനലിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫയൽസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ 4 ഫയൽസ് മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ബോട്ട് വെച്ച് നമ്മൾ നമ്മുടെ ചാനലിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് റിമൂവ് ചെയ്യുന്നത്. ഇത്ര സിമ്പിളാണ്. അപ്പോൾ ഇതാണ് നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് ഒരു ടെലഗ്രാം ചാനലിലെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്, ഇപ്പോൾ സിനിമ ഫയൽസ് ആയാലും എന്ത് തരത്തിലുള്ള ഫയൽസ് ആയാലും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി വീഡിയോസ് ഇനിയും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.